ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ചന്ദ്രിക മാഡം ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു? കുറെ കാലമല്ലോ കണ്ടിട്ട്. ഗുഡ് മോർണിംഗ് സുഭാഷ് ജി. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി വൺ ഡേ ഷൂട്ടിങ്ങിന് വേണ്ടി പോയതാണ് കാഞ്ഞാണിയില്, നമ്മുടെ തൃശ്ശൂർ. അന്ന് പറഞ്ഞേ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ എന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് ഫീവർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അന്ന് അവന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നോക്കുമ്പോ അവന് ഡെങ്കു ആണ്. അപ്പൊ അപ്പൊ 2 ദിവസം ഞാൻ അവന്റെ കൂടെ നിന്നിട്ട് പിന്നെ ഇന്നലെ ഞാൻ രാത്രി തിരിച്ചെത്തി. പക്ഷെ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ട് ആ ഫീവർ നിന്നിട്ടേ ഇല്ല പറഞ്ഞിട്ട് ഇന്നലെ രാത്രി വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവര് വീണ്ടും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ റിസൾട്ട് ഇന്നേ അറിയുള്ളൂ. അങ്ങനെ ഒരു എന്താവുന്നെന്ന് അറിയില്ല. അങ്ങനെ പത്മനാഭ സർ ഗുഡ് മോർണിംഗ്. അതുകൊണ്ടാ ഞാൻ ഇല്ലാതിരുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഗ്രൂപ്പിൽ വന്നോടനെ ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മള് എപ്പോഴും നമ്മള് കോൺഫിഡന്റ് ആയിരിക്കുമല്ലോ. നമ്മള് റിസൾട്ട് ഒക്കെ വല്ലപ്പോഴൊക്കെ, എപ്പോഴും വേണ്ട കേട്ടോ, വൺസ് ഇൻ എ വൈലൊക്കെ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. ഞാൻ 3 മാസം 4 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. അത് മതി. 6 മാസത്തില് വൺസ് ഇൻ 6 months ചെക്ക് ചെയ്താലും മതിയാവും. ധാരാളം മതി. ഞാനൊരു ബ്ലഡ് ഡോണറാണ്. അതെ അല്ലേ? ഓ വെരി ഗുഡ്. അപ്പൊ പിന്നെ എനിക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാല് സൗണ്ട് എല്ലാവർക്കും കിട്ടുമോ? ട്രൈ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്തോളൂ. അല്ല, നമുക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയറിങ് ചെയ്താൽ എങ്ങനെയാ വീഡിയോ എല്ലാവർക്കും കിട്ടുക? അറിയോ? സൗണ്ട് വരാറുണ്ട്. അത് നോർമലി ചിലതില് മറ്റേ ലാപ്പിന്റെ എന്തെങ്കിലും സെറ്റിങ്സ് മാറി കിടക്കുകയാണെങ്കിൽ മാത്രമേ അതായി കിടക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഷെയർ സ്ക്രീൻ അല്ലേ ചെയ്യേണ്ടല്ലേ? ഷെയർ സ്ക്രീൻ അല്ലേ ചെയ്യേണ്ടത്? ഷെയർ സ്ക്രീൻ ആണ് ചെയ്യേണ്ടത്. കിട്ടുന്നില്ലല്ലോ, എനിക്ക് ഷെയർ ഓപ്ഷനേ കിട്ടുന്നില്ല. നമ്മൾ ഷെയർ സ്ക്രീൻ ആണോ ചെയ്യേണ്ടത്? സ്ക്രീൻ ഷെയർ. പക്ഷെ എനിക്കത് ഷെയർ ഓപ്ഷൻ വരുന്നില്ല. എനിക്ക് റൈറ്റ്സ് ഉണ്ടാവില്ല. അങ്ങനെയാണോ? ഇതിന്റെ അഡ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ? ഉണ്ട്. നിങ്ങൾ കോഹോസ്റ്റ് ആണ്. ഈ അവിടെ കാണുമല്ലോ പാർട്ടിസിപ്പന്റ് എന്നുള്ള തൊട്ടടുത്ത് തന്നെ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് കാണുമല്ലോ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. അതെ, അത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ആവണില്ല. നമ്മൾ എത്ര മണിക്കാണ് സ്റ്റോപ്പ് ചെയ്യണ്ടേ? തുടങ്ങി 7:25 കഴിഞ്ഞാ? വരുന്നില്ല കേട്ടോ. ഓപ്ഷൻ എന്തോ സംതിങ് മിസ്സിംഗ് ഉണ്ട്. എനിക്ക് ഓപ്ഷനേ വരുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. 7 o'clock തുടങ്ങി. നമുക്ക് ഷെയറിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. നോ ഇഷ്യൂസ്.
ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒന്ന് ലോഗ് ഓഫ് ആയിട്ട് ഒന്നും കൂടി ലോഗിൻ ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ അങ്ങനെ വന്നാലോ. ടൈം ആയി 7:02 സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞു? ഇല്ല, കഴിഞ്ഞു. ഇതാ നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ എത്തും. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട്. ഓക്കെ. രണ്ടായല്ലോ സുഭാഷ്. ജസ്റ്റ് ആള് കയറിക്കോട്ടെ. പത്മനാഭ സാർ റെഡി ഓഡിയോ അല്ലേ? ഓക്കെ, ഓഡിയോ ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Good morning to all. The meeting in connection with the 7 a.m. morning drive is hereby called to order. Welcome speech by Chairman. Good morning. സോൺ 28 മുന്നോട്ട് വെച്ച ആളുകളെ രാവിലെ തന്നെ നല്ല സംഭാഷണങ്ങളും ജീവിതത്തിൽ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കഥകളായാലും സംഭാഷണങ്ങളായാലും ചെറിയ രീതിയിൽ ഉൾപ്പെടുത്തി തുടങ്ങി വെച്ചിട്ടുള്ള ഈ 7 a.m. മോർണിംഗ് ഡ്രൈവ് എന്ന പ്രോഗ്രാമിലേക്ക് ഈ ആശയം മുന്നോട്ട് വെച്ച ഇതിന് കരുത്തായി കൂടെ നിൽക്കുന്ന സെഡി ട്രെയിനിങ് ഇഷാം സാറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സോൺ 28ന്റെ ഉരുക്കു വനിത PPP KS ചിത്ര മേഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ചേർന്നിട്ടുള്ള JC ആൻഡ് നോൺ JC എല്ലാ മെമ്പർമാരെയും JC ലീഡേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. The 7 a.m. morning drive online session floor is yours, sir. പത്മനാഭ സർ. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ നോ ഇഷ്യൂസ്, നമുക്ക് വിത്തൗട്ട് സ്ക്രീൻ ഷെയറിംഗ് പോവാം. സോ അതുകൊണ്ട് തന്നെ ഐ വെൽക്കം എവരി വൺ ഓഫ് യു ടു ഓപ്പൺ അപ്പ് യുവർ ക്യാമറാസ് സോ ദാറ്റ് വി ക്യാൻ ഇൻട്രാക്ട് ബിറ്റ്വീൻ അവർ സെൽഫ്. എന്നോട് ഹിഷാം വിളിച്ച സമയത്ത് എന്തായിരിക്കാം നല്ലൊരു ടോപ്പിക് അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. ലൈക്ക് നമുക്കെല്ലാവർക്കും ഒരു വളരെയേറെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതും എന്നാൽ നമ്മൾ അതിലേക്ക് ഒരു അറ്റംപ്റ്റ് കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു പോയിന്റ്. ഇതിനെ ഈ കഴിഞ്ഞ യൂത്ത് ഡേ പ്രോഗ്രാമിൽ നമ്മൾ പലരും പല സ്ഥലത്തൊക്കെ പോയിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് സംതിങ്. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. സോ വൈ ഡോണ്ട് യു ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. അങ്ങനെ ഇന്നലെ ഞാൻ ഷെയർ ചെയ്യേണ്ട ഈ 7 AM ക്ലബിൽ ലൈക്ക് വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ജോയിനിങ് ഫോർ എ പോസിറ്റീവ് മീറ്റിംഗ്, അതിൻ്റെ ഗുണവശങ്ങൾ. സോ
ഉറക്കണം, രാവിലെ എണീക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന സമയത്ത് അങ്ങനെയാണ് ഈ ഒരു ആവശ്യം വന്നിരിക്കുന്നത്. വൈ ഡോണ്ട് യു ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്? സോ അങ്ങനെയുള്ള ഒരു പോയിന്റ് ആലോചിക്കുമ്പോഴാണ് മനസ്സിൽ തോന്നിയത് നമുക്കെല്ലാവർക്കും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ ഈ ആഗ്രഹം നമുക്കുണ്ട് എന്നല്ലാതെ നമ്മൾ പലപ്പോഴും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഉത്സാഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു ഏണസ്റ്റ് എഫേർട്സ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ അത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ള രീതിയിൽ കരുതുകയും, സോ അങ്ങനെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ചില ടിപ്സ് ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ടോക്കിൽ നമുക്ക് പരിമിതികളുണ്ട് അതിൻ്റെ എക്സ്റ്റെൻസീവായിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നാലും ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ഹാക്സ് അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റുള്ള ഒരു ക്ലാസ്സസിന് പോകണ്ടില്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ഹെൽപ്പില്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു അറ്റംപ്റ്റ് ആണ് ഈ ഒരു ടോക്ക് വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഐ വുഡ് ലൈക്ക് സർട്ടൺ ഇൻട്രഡക്ഷൻസ്. ഇവിടെ എത്ര പേര് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഉണ്ട് എന്തെങ്കിലും റെസ്പോൺസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആഗ്രഹമാണ്. ഹൗ മെനി ഓഫ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? കുറെ പേര് യെസ് പറയുന്നുണ്ട്. സൗമ്യ, കളർഫുൾ ഡിസൈൻ, നസീന, ഹിഷാം, രാജേഷ്, ലോട്ട് ഓഫ് യെസ്. താങ്ക് യു വെരി മച്ച്. ഇനി നെക്സ്റ്റ് ചോദ്യം, നമുക്ക് ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷെ എത്ര പേർ ആക്ച്വലി നിങ്ങൾക്ക് ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഏണസ്റ്റ് എഫേർട്സ് നിങ്ങൾ എത്ര പേര് നിങ്ങൾ കൊടുക്കാറുണ്ട്? How many of you really put efforts to improve your English? Sometimes അതിനൊപ്പം ആ ഒരു ഫണ്ണി ഒരു സിമ്പിളായി. ചിലവര് യെസ് ഉണ്ട്, യെസിന്റെ തിരക്കൊന്നും ഇല്ല. മീര യെസ് ഐ ഡു എന്ന് പറഞ്ഞിട്ടുണ്ട്. നൗഷാദ് യെസ്. പക്ഷെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. പക്ഷെ എത്ര പേർക്ക് വേണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് യെസിന്റെ ഒരു പ്രളയമായിരുന്നു. ബട്ട് എത്ര പേര് ഏണസ്റ്റ് എഫേർട്സ് ചെയ്യാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ യെസ് സംടൈംസ് ആ ഒരു വ്യത്യാസം വളരെ എവിഡന്റ് ആണ് ചാറ്റ് ബോക്സിൽ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്താണ് ഈ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിന്റെ റീസൺ എന്താണ്? വാട്ട് ഡു യു തിങ്ക്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് കാര്യം വേണം, പക്ഷെ നമുക്ക് അതിൻ്റെ അത്ര എഫേർട്ട് ഇടുന്നില്ല. സോ എന്തെങ്കിലും കാര്യത്തിനല്ല, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു വിഷമം എന്താണ്? വൈ ആർ യു നോട്ട് പുട്ടിങ് എനി എഫേർട്സ്? അതിന്റെ റീസൺ എന്താണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? വൈ ആർ യു നോട്ട് പുട്ടിങ് എനി ഏണസ്റ്റ് എഫേർട്സ്? അല്ലെങ്കിൽ എന്താണ് ഈ ഗ്യാപ്പ്? വൈ ഈസ് ഇറ്റ് സോ? ഹലോ, എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ് സർ. സോ വൈ ഈസ് ഇറ്റ് സോ? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര പേരതിനകത്ത് ഏണസ്റ്റ് എഫേർട്സ് ഇടുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് വളരെ കുറവ് പേര് മാത്രമേ ഇടുന്നുള്ളൂ. ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആവശ്യം കുറവാണ്. ആവശ്യമില്ല. ആവശ്യമില്ല. സോ വേറെ എന്തൊക്കെയാ ഇതിൻ്റെ അകത്ത് വരുന്നത്? ഇംഗ്ലീഷ് പ്രയോഗത്തിൽ പോകുമ്പോൾ ആൾക്കാർക്ക് അത് ഒരു ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമല്ലോ എന്നുള്ളൊരു അസ്വസ്ഥത നല്ലോണം ഉണ്ടാവും. ഫിയർ ഓഫ് ഗ്രാമർ. എന്നാലും ഈ രണ്ട് ടോപ്പിക് എടുത്തു നമുക്ക് ഫിയർ ഓഫ് ഗ്രാമർ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യം. എനിക്ക് നമ്മളെല്ലാവരും തന്നെ കണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്, ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷെ എന്തോ എനിക്ക് സ്ക്രീൻ ഷെയറിങ് എനിക്കിവിടെ ഓണായി കാണാത്തത് കൊണ്ട് സം ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ 1-2 പോയിന്റ് നമുക്ക് ഐ തിങ്ക് എനിക്ക്
നമ്മൾ കണ്ടിട്ടില്ലേ, ലൈക്ക് ഇംഗ്ലീഷ് ടോക്കിംഗ് ഈസ് നോട്ട് എ ചൈൽഡ്സ് പ്ലേ, ഇംഗ്ലീഷ് ടേക്കിംഗ് ഈസ് എൻ അണ്ടർടേക്കർ പ്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ ട്രോള് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മൾ എന്താ പറയുക, അവനെ നമ്മൾ പീറ്റർ ഇംഗ്ലണ്ട് എന്ന് വിളിക്കും, ഇല്ലേ? വിളിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരുത്തൻ ഇംഗ്ലീഷ് സംസാരിച്ച് പോയി ഉടനെ അവൻ്റെ പേര് പീറ്റർ ഇംഗ്ലണ്ടായി. കൾച്ചർ നമ്മൾ പലപ്പോഴും നമ്മൾ ഞണ്ടുകൾ Your voice is not being heard. സ്റ്റക്കായോ സുഭാഷ് സാറേ? Something happened. സ്റ്റക്ക് ആയിരിക്കും. നെറ്റിന്റെ എന്തോ ഇഷ്യൂ ആണോ സംശയമുണ്ട്. അതെ. ആ സ്ക്രീൻ ഷെയറും വരാത്തത് അത് തന്നെയാണ്, നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഒന്ന് വിളിച്ചോക്കൂ സുഭാഷ് സാറേ, മൂപ്പരൊന്ന് പേഴ്സണൽ വിളിച്ചോക്കൂ. ഞാൻ വിളിക്കുന്നുണ്ട്. ചന്ദ്രിക മാഡത്തിനെ ഇന്നലെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നലെ മാത്രല്ല, അതെ ഇന്നലെ മാത്രല്ല 2-3 ദിവസമായിട്ട് ഒരു പേഴ്സണൽ അതിലായിരുന്നു. ഓ ശരി, ഓക്കെ. ഞാനേ ഇഷാം സാർ ആളുടനെ വരുന്നതായിരിക്കും. അത് ആള് മീറ്റിംഗ് കട്ടായത് ആള് അറിഞ്ഞിട്ടില്ല, സ്റ്റക്കായത്. ഓക്കെ. പത്മനാഭ സർ, നമ്മുടെ റൂബി ടീച്ചർ കയറിയിട്ടില്ല ആണെന്നല്ലോ. സുഭാഷ് സാർ മൂപ്പര് കണക്ട് ആവണില്ലല്ലോ. ഒന്ന് ജോയിൻ ചെയ്ത് പോയി. ആള് വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും പോയി. കണ്ടു, ജോയിൻ ചെയ്ത് പോയി. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കാണ്.
എന്തോ അത്രയും ഇതായിട്ടുള്ള കാര്യമായിരുന്നു. അതെ അതെ. ഒന്നും കൂടെ വിളിച്ചു നോക്ക്. ഇപ്പൊ വരുന്നതായിരിക്കും, വീണ്ടും വരെ വിളിച്ച് സംസാരിച്ചു. ഈ ഓൺലൈൻ ക്ലാസ്സിന് നെറ്റ്വർക്ക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. പറയൂ. നെറ്റ്വർക്ക് ആണ് വേണ്ടത്. അതെ വേറൊന്നും. അതെ അതെ. ശരിക്ക് വൈഫൈ മസ്റ്റ് ആണ് ക്ലാസ് എടുക്കുന്ന ആൾക്ക്. അതെ, മൊബൈൽ നെറ്റ്വർക്കിനൊന്നും ശരിക്ക് സെറ്റ് ശരിയാവില്ല ആവില്ല. ശരിയാവില്ല ശരിയാവില്ല. വിത്ത് വീഡിയോ കിട്ടണമെങ്കിൽ പിന്നെ വൈഫൈ വൈഫൈ തന്നെ വേണം, വേണം. സപ്പോർട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ പണിങ്ങി എന്താ ചെയ്യാ? കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിനെ നേരത്തെ തന്നെ പിണക്കാതിരിക്കാനുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നേരത്തെ ചെയ്യണം. എന്നാലേ ഒരു സെക്കൻഡറി ഓപ്ഷൻ വെക്കണം, ഒരു മൊബൈൽ വെക്കണം. അതെ കമ്പ്യൂട്ടർ അതെ ഉണ്ടെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും ഒന്നിന് മാത്രം അതുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യും. സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. ഈ ലാസ്റ്റ് മൂമെന്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ലാത്തത്. അതെ 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 ഒന്ന് അതെ. അഡ്വാൻസ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് പത്മനാഭ സാറ് കമ്പ്യൂട്ടറിന് കയറിയിട്ടുള്ളത്. 2-3 ആൾക്കാർ ഇതേപോലെ വന്ന ട്രെയിനർമാർക്ക് സ്ക്രീൻ ഷെയറിംഗ് പറ്റിയില്ല ഇതിനിടയിൽ. അതെ. വൈഫൈ മസ്റ്റ് ആവും നിഖിൽ സാറേ. പിന്നെ എന്നെ പോലെ ചിലർക്കൊക്കെ ടെക്നോളജി അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അതിനൊക്കെ സഹായിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ? അത് പക്ഷെ ചന്ദ്രിക മേഡം, ആ, ഞാന് ഇന്നലെ എന്റെ സെഷൻ ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ കയറിയിട്ടില്ല. ഇതിന് ഇന്നലെ മുന്നത്തെ എന്റെ സെഷനുകൾ കയറിയിട്ടില്ല. 2 സെഷനുകൾ കയറിയില്ല. നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ നമ്മൾ തമ്മിൽ ഹലോ എന്താ ഹലോ പ്ലീസ് പ്ലീസ്. ഹലോ 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 ആ സോറി, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അത് റിമൂവ് ആയതിനു ശേഷം പിന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ജോയിൻ ചെയ്തതാണ്. ആൻഡ് ദിസ് ഈസ് ഫ്രം എ മൊബൈൽ ഫോൺ. വെൽക്കം ബാക്ക്. താങ്ക് യു വെരി മച്ച്. ഒരു 5 മിനിറ്റ്സ് ഉണ്ടല്ലേ? ഓക്കെ, റൈറ്റ്. സോ കമ്മിങ് ബാക്ക്, നമുക്ക് നമ്മൾ ഈ ഒരു പോയിന്റ് ആണ്, നമുക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ചലഞ്ചാണ് പലർക്കും. സോ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, വെനെവർ യു ആർ റീഡിങ്, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ടിൽ വായിക്കണം. ബിക്കോസ് യു ആർ ഓൾവേസ് യൂസിങ് യുവർ ടങ്. നമ്മൾ മനസ്സിൽ വായിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ശബ്ദം അല്ലെങ്കിൽ നമ്മൾ നാവ്, ടങ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ ടങ് യൂസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് ഇംഗ്ലീഷിൽ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. ഇതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എല്ലാവരും തന്നെ LKG മുതൽ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാർ വരെ 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരാണ്. ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? സോ ഇംഗ്ലീഷ് അറിയാത്തതല്ല അവിടെയുള്ള വിഷമം, ആ ഒരു ഫിയർ ആണ്. സോ വൈ ഡോണ്ട് വി ജസ്റ്റ് സ്റ്റാർട്ടഡ്? നമ്മൾ ചെറിയൊരു എസ്സേ എടുക്കുക. ആ ഒരു എസ്സേ എടുത്തിട്ട് ജസ്റ്റ് ഗോ ത്രൂ. ആ വായിക്കുന്ന സമയത്ത് നമ്മൾ നാട് മുഴുവൻ അറിയിക്കണമെന്നില്ല. അതേസമയം തീരെ ശബ്ദം കുറച്ചിട്ടും പാടില്ല. നമ്മൾ വായിക്കുന്ന ശബ്ദം, നമ്മളിപ്പം ഈ ഒരു ടോക്കില് ഞാൻ സംസാരിക്കുന്ന ശബ്ദം എന്തായിരിക്കും? എനിക്ക് ജസ്റ്റ് ചുറ്റുള്ള ഒരു 1 മീറ്റർ റേഡിയസിലുള്ള ആൾക്കാർക്ക് അത് കേൾക്കാൻ പറ്റും.
പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ അത്ര ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. സോ ഈ ഒരു ശബ്ദത്തിൽ ജസ്റ്റ് റീഡ് എനിത്തിങ് ഫോർ 10 minutes a day. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യുവർ സ്പീക്കിംഗ് സ്കിൽസ് ആൻഡ് യുവർ സ്പീക്കിംഗ് കോൺഫിഡൻസ് വിൽ ട്രമെൻഡസ്ലി ഇംപ്രൂവ് ആഫ്റ്റർ ദ നെക്സ്റ്റ് 1 month. ഇതേ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ ഒരു ചാലഞ്ചായിട്ടാണ് നിങ്ങൾക്ക് എടുത്തിട്ട് 1 മാസത്തിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ ട്രൈ ടു ഇംപ്ലിമെന്റ് ഇന്നെ കുറച്ചും കൂടി ഒരു ബിഗർ വേ ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഹൗ ടു ഗെറ്റ് ദിസ് തിങ്. നമുക്ക് പുതിയ വേർഡ്സ് കണ്ടുപിടിക്കണം. ആ വേർഡ്സ് കണ്ടുപിടിക്കുന്നത് ഡിക്ഷണറി നോക്കണം, ഡിക്ഷണറി ഇടണം, ഫണ്ടിക്സ് ഇടണം, ലോട്ട് ഓഫ് തിങ്സ്. ഇതൊന്നും നമുക്ക് ഒരു ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ തന്നെ ഒരു നോട്ട് ബുക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഇറ്റ്സ് ജസ്റ്റ് നോട്ട് പ്രാക്ടിക്കൽ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വേ? അതിന് ചെയ്യാനാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിസ്റ്റം AI. AI എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് AI എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് വാക്ക് എന്താണ്? പ്ലീസ് റെസ്പോണ്ട് ഓൺ യുവർ ചാറ്റ് ബോക്സ്. ഫസ്റ്റ് വാക്ക് എന്താണ് AI എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ബ്യൂട്ടിഫുൾ ക്യാമറ. ചാറ്റ് GPT ആദ്യം വന്നു, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കൂല. ക്യാമറ. യെസ്, ഗുഡ്, താങ്ക് യു. സോ ചാറ്റ് GPT ആണ് ഇവിടെ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് തിങ്. നമ്മൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ചാറ്റ് GPTയുടെ ഹെൽപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടോ? I don't think so. Have anyone taken the help of ChatGPT here? I don't really think so, but if someone has taken, please type it in the chat box. Illa, chat box il no. Okay, thank you for the response. Thank you, Safna. Thank you, Soumya. So once again, no എന്നുള്ളത്, then how can you do this? നമ്മൾ ചാറ്റ് ജിപിടി കേൾക്കാന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് സ്ക്രീൻ ഷെയറിങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ട്. സോ സോറി, എനിക്കിത് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് ചെയ്ത് കാണിച്ചു തരണം ഓൺലൈനായിട്ടെന്ന് വിചാരിച്ചാണ്. ബട്ട് ഗ്ലിച്ചസ് ഓൾവേസ് ഹാപ്പൻ, നോ ഇഷ്യൂസ്. നമ്മൾ ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ടൈപ്പ് ഇൻ വാട്ട് യു വാണ്ട്. ലൈക്ക് കുറച്ച് കീവേഡ്സ് നമുക്ക് സംസാരിച്ച് നോക്കാം. For example, please give me an essay which contains 5 idioms and 10 proverbs, and I should finish reading in 5 minutes. ഒരു കമാൻഡ് കൊടുക്കുക. ഇമ്മീഡിയറ്റ്ലി ചാറ്റ് ജിപിടി will give you a certain thing. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വായിച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം, what are the idioms which are used, what are the proverbs which are used, and what are their meanings. ഉടനെ ആ എസ്സേയിൽ വായിച്ചിരിക്കുന്ന ഇഡിയംസ് എന്താണ്, പ്രോവബ്സ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ള നമുക്കൊരു ലിസ്റ്റ് കിട്ടി. അപ്പോൾ ഈ ലിസ്റ്റൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിങ് ഇറ്റ് അലൗഡ്. വൺസ് അഗൈൻ, അലൗഡ് എന്ന് പറയുന്ന സമയത്ത് വൻകിട അലൗഡ് അല്ല, ഒരു മയത്തിൽ നിങ്ങൾ പറയുന്ന ശബ്ദം അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ആ ശബ്ദം നിങ്ങൾക്ക് തന്നെ കേൾക്കണം. നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദീസ് 2 points ക്യാൻ ട്രമെൻഡസ്ലി ഇംപ്രൂവൈസ് യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്. പിന്നെ എന്തായാലും ഒരു 1 minute കൂടി ഞാൻ എടുക്കുകയാണ്. സോ ആ ഒരു 1 minute ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് 1 ഗ്രാമർ ബുക്ക്. കാരണം നിങ്ങൾ ഗ്രാമറിൻ്റെ കാര്യം ഇവിടെ ആരും പറഞ്ഞു കിട്ടും. സോ അവൾക്ക് പറഞ്ഞ സമയത്ത് എനിക്കിതാ ഈ ഒരു ഗ്രാമർ ബുക്ക്, ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമറാണ്. പക്ഷെ സ്റ്റിൽ ഈ ഒരു സമയത്ത് വരെ ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ഗ്രാമർ ബുക്കാണ്. നിങ്ങൾ കാണാം, ഈ കണ്ടോ, ഈ വളരെ പിക്ചറൊക്കെ യൂസ് ചെയ്ത് ചെറിയ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു തരത്തിലാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ബുക്കിന്റെ പേര് വൺസ് അഗൈൻ എനിക്ക് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കേണ്ടി വരും, എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ബ്രൈറ്റർ ഗ്രാമർ. ബ്രൈറ്റർ ഗ്രാമർ എന്ന് പറഞ്ഞ ബുക്കാണ്. അത് ഓറിയന്റ് ലോങ്മാൻ ആണ് അതിന്റെ പബ്ലിഷേഴ്സ്. ഓറിയന്റ് ലോങ്മാൻ, ബ്രൈറ്റർ ഗ്രാമർ ബൈ ഓറിയന്റ് ലോങ്മാൻ. ഇതിന്റെ 4 വോളിയം ഉണ്ട്. ഞാൻ ഇവിടെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, റാണിജയ് ഹൈസ്കൂൾ നിർമ്മലഗിരി. ഇവിടെ പഠിച്ച സമയത്ത് ഈ ഒരു ബുക്കാണ്. എനിക്ക് നേരെ വരുന്നുണ്ടോ അല്ലെങ്കിൽ മിറർ ഇമേജ് ആണോ എന്ന് എനിക്ക് അറിയില്ല, പ്ലീസ് കൺഫേം. നേരെ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ നോട്ട് ദിസ് ഡൗൺ. കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ? ഈ മുകളിലത്തെ ഈ ബ്രൈറ്റർ ഗ്രാമർ ബൈ ഓറിയന്റ് ലോങ്മാൻ.
സോ എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അത് യൂസ് കുഴപ്പമില്ല, ചെയ്യേണ്ടി. ട്രെയിനിങ് കഴിഞ്ഞിട്ടൊന്ന് ചാറ്റിലിട്ടാ മതി, എന്നാ ഈസി ആവും എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്യാം. ഇനി ബുക്കിന്റെ കാര്യം. സോ നിങ്ങൾക്ക് ഗ്രാമറിലെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർക്ക് ഈ ബുക്ക് ഒന്ന് വാങ്ങിക്കും. ഇതിന്റെ PDF വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചുമ്മാ അവിടെ ഇവിടേക്ക് ഇട്ടിട്ട് വേസ്റ്റ് ബില്ലിൽ കളയാൻ ഞാൻ ആളില്ല. സോ നിങ്ങൾക്ക് അതിന്റെ PDF വേണം എന്നുള്ളവർക്ക് അതിന്റെ PDF ലിങ്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. സോ പ്ലീസ് 3 കാര്യമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മൾ തന്നെ കേൾക്കുക, ഈ ഒരു സിങ്ക് ചെയ്യുക വളരെ കറക്റ്റായിട്ട്. രണ്ടാമത്തെ കാര്യം, ChatGPT യൂസ് ചെയ്യുക. ChatGPT യൂസ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത്, ലേൺ ഈ ബ്രൈറ്റർ ഗ്രാമർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബുക്ക് വാങ്ങിക്കുക. നമ്മൾ റൺ ആൻഡ് മട്ടൻ എന്നൊക്കെ പറയും. റൺ ആൻഡ് മട്ടൻ ഒരിക്കലും മോശമായിട്ട് കാണുകയല്ല, അതൊക്കെ അഡ്വാൻസ്ഡ് ബുക്കാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യം വേണം, ഒരു സിമ്പിൾ അപ്രോച്ച് വേണം എന്നുള്ളവർക്കാണ് ഈ ബ്രൈറ്റർ ഗ്രാമർ എനിക്ക് വളരെ ഞാൻ പേഴ്സണലായിട്ട് റെഫർ ചെയ്തതും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ബുക്ക് ആയതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഐ ഹോപ്പ് you will implement these things, and these things will help you in enriching and improving your confidence in your English vocabulary and spoken English skills. സോറി വൺസ് അഗൈൻ, വളരെ ഒരു ക്രാഷ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നു. കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്താണ്, പക്ഷെ നമുക്ക് സമയം എല്ലാം അതിന്റെ കാരണമാണ്. സോ നോ പ്രോബ്ലം, വേറൊരു സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. മൈക്ക് ഈസ് ഹാൻഡ് ഓവർ ടു ദ ഹോസ്റ്റ്. താങ്ക് യു. താങ്ക് യു പത്മനാഭ സർ. പത്മനാഭ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ മേഖലയിലും വളരെ ഭംഗിയായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനറാണ് അദ്ദേഹം. പിന്നെ JCI ഓതറാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതിൽ എല്ലാവരോടും ക്ഷമ പറയുകയാണ്. നമുക്ക് ഒരു ദിവസം ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സെഷൻ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്. സാറിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടി നോക്കിയിട്ട് എല്ലാവർക്കും കൂടി കൊണ്ടുവരാം. ഓക്കെ, ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. പത്മനാഭൻ ജി, താങ്കൾ പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആണ്. അതായത് നമ്മള് സംസാരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് LKG UKG തൊട്ട്, ഇന്നത്തെ കാലത്ത് LKG UKG തൊട്ട്, ഞങ്ങളൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാല് 5ാം ക്ലാസ് തൊട്ടിട്ടെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അന്നൊക്കെ ഗ്രാമർ അത് ഇത്, ഇപ്പൊ ഗ്രാമർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്പോക്കൺ ഇംഗ്ലീഷിന് ആകെ വേണ്ടത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നാണ് അതിന്റെ ഇതന്നെ. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ചെയ്യുക, നമ്മള് പറയുക എന്താണോ പറയാനത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പറയാതെ വരില്ല. പറയാന്ന് പറഞ്ഞാൽ വായിൽ വെറുതെ നമ്മൾ മനസ്സിൽ പറഞ്ഞ പോരാ, നമ്മൾ കേൾക്കുന്ന രീതിയിൽ പുറത്തേക്ക് പറയുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആവശ്യം. അത് വളരെ മനോഹരമായിട്ടൊക്കെ വളരെ ചുരുങ്ങിയ കുറെ സമയം നമ്മൾ പുറത്ത് പോയെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടുണ്ട്. ആ 3 മെയിൻ പോയിന്റ്, അതിന് തന്നെ ഹെഡ്സ് ഓഫ് ടു യു. വളരെ അതുപോലെ പ്ലീസ് ഷെയർ യുവർ ഫോൺ നമ്പർ. ആൻഡ് പലരും ചോദിക്കുന്നുണ്ട് PDF വേണമെന്നൊക്കെ, ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. താങ്ക് യു. ഞാൻ സുഭാഷായിട്ട് ഷെയർ ചെയ്യാം. ദാറ്റ് വിൽ ബി പോസ്റ്റഡ്. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പ്ലീസ്. ട്രെയിനിലാണ്, അപ്പൊ റേഞ്ച് മേ ബി കട്ടാവും. ഈ ChatGPT യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഫിഷ്യൻസി കുറയില്ലേ? കാരണം അതിന്റെ ഒരു ഡിപ്പെൻഡൻസി കൂടുമ്പോൾ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി കുറയില്ലേ സർ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഹൗ യു ആർ യൂസിങ് ഇറ്റ്. നമ്മൾ ക്രിയേറ്റിവിറ്റി കുറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റിവിറ്റി കുറയും. ക്രിയേറ്റിവിറ്റി കൂടാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടും. ബിക്കോസ് ഇവിടെ നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നത്, നമ്മളൊരു എസ്സേ റൈറ്റ് ചെയ്യേണ്ട സമയത്ത് ChatGPTയിൽ എസ്സേ അടിച്ച് ആ എസ്സേ നേരെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയും. അറ്റ് ദ സെയിം ടൈം നമ്മൾക്കൊരു നല്ലൊരു ആർട്ടിക്കിൾ വേണം. ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് വേണം എനിക്ക് ഇംഗ്ലീഷ് സ്പോക്കൺ ചെയ്യാൻ. സോ അതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ച് ഏതെങ്കിലും മാഗസിൻ വായിച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറെ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള, എനിക്കൊരു ഇഡിയംസ് ഉള്ള ഒരു അല്ലെങ്കിൽ പ്രോബ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ശശി തരൂരൊക്കെ സംസാരിക്കുന്ന വലിയ വലിയ വാക്കുകളൊക്കെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റ് വായിക്കാനും നമുക്ക് കുറെ കൂടെ അതിനൊരു പിൻ പോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ChatGPT യൂസ് ചെയ്യാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഹൗ യു ആർ യൂസിങ് ഇറ്റ്. ഒരു ഇരുതല വാളാണ് ChatGPT. Obviously I agree with that.
അത് ഏത് വാളിന്റെ ഏത് തലയാണ് എവിടെ വെക്കുന്നത് എന്നുള്ളത് ഒബ്വിയസ്ലി ദാറ്റ് വിൽ മാറ്റർ. താങ്ക് യു. യെസ്, പത്മനാഭ സാർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യും. ഇപ്പൊ പൊതുവെ ഈ ചാറ്റ് GPT വന്ന ആ ഒരു ലോഞ്ചായ സമയം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചാറ്റ് GPT നമ്മുടെ എല്ലാ മേഖലയും ഇല്ലാതെയാക്കും. പക്ഷെ ഈ ചാറ്റ് GPT വന്ന ആ ചാറ്റ് GPTയുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് ഹെൽപ്ഫുൾ ആവുള്ളൂ. അല്ലാതെ ചാറ്റ് GPT നമ്മളെ ഇതാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ് നമ്മൾ ബാക്ക് സ്റ്റെപ്പ് ആയി കഴിഞ്ഞാലാണ് ഈ സാധനം നമ്മളെ ഇല്ലാതെയാക്കുക. അതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അത് നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, പത്മനാഭ സാറേ, ഗുഡ് മോർണിംഗ്. ശ്രീജിത്താണ് തവനൂര്. പറഞ്ഞോളൂ ശ്രീജിത്ത്. താങ്ക് യു. സാറേ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബുക്ക് സാർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ്. ഇന്നത്തെ കാലത്ത് 4ാം ക്ലാസ് പോയിട്ട് ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാസം മുന്നേ വരെ വായിച്ചൊരു ബുക്ക് പോലും അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ സാറ് പഠനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴൊരു കുഞ്ഞാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠനം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നില്ല, എപ്പോഴും കുട്ടികളാണ്. അതോടൊപ്പം തന്നെ സാറെ കുറിച്ച് ഞാൻ മുന്നേ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടറിഞ്ഞത് എന്നുള്ളത് നമ്മുടെ ZTWS പാലക്കാട് നടത്തിയപ്പോഴാണ്. സേവനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ വളരെ അപൂർവങ്ങളായ ആളുകൾക്കേ പറ്റുള്ളൂ. സാർ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ZTWSന്റെ ലാസ്റ്റ് ഡേ ആ ഒരു രാത്രി 1:30-2 മണിക്കുള്ള അസൈൻമെന്റിന് സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫ്ലോർ ഞാൻ അതിനും കൂടി ഉപയോഗപ്പെടുത്താണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. താങ്ക് യു. ബുക്ക് ഞാൻ പഠിപ്പിച്ചത് കൊണ്ടൊന്നല്ല, ആ ബുക്കിന്റെ വാല്യൂ കണ്ടിട്ട് മാത്രം വെച്ചാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ച മറ്റുള്ള ബുക്കുകളൊന്നും എന്റെ കയ്യിലില്ല. സോ പ്ലീസ് ഡോണ്ട് ഗെറ്റ് റോങ് ഇന്റൻഷൻസ്. സോ അത് ഈ ബുക്കിന്റെ വാല്യൂ, ആ ബുക്കിന്റെ വാല്യൂ ആണ് അത് കാണിച്ചു തരുന്നത്, എന്റെ വാല്യൂ അല്ല. ഓക്കെ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. ഓക്കെ. Congratulations, Padmanabhan sir. Soumya Suresh from JC Nenmara. ശ്രീജിത് ഭായ് പറഞ്ഞ പോലെ ഒരു നിസ്വാർത്ഥ സേവനത്തിന് ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ്, ലിവിങ് എക്സാമ്പിൾ ആണ് JC ചെയ്യുന്നത്. സാറ് കണ്ണൂര് ZTWS നടക്കുമ്പോഴും പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ട്രെയിനേഴ്സ് അപ്ഡേറ്റിലും സാറെ കാണാൻ സാധിച്ചു. അപ്പൊ പലപ്പോഴും കൂടെ ഉള്ളവരെ ഏറ്റവും മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സാറിന്റെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഓൺലൈനിലാവുമ്പോൾ ഉണ്ടാവും നമുക്ക്, എങ്കിലും സാർക്ക് ഒരു സെഷൻ കൂടെ എടുത്ത് സാർ ഉദ്ദേശിച്ച രീതിയിൽ സാർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് കൂടെ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു അഗൈൻ. ഇതിനകത്തൊരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ. നിസ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല. പൂർണ്ണമായി 100% സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. ബിക്കോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അത് അവിടെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ നന്നായാലും ഫെയിൽ ആയാലും എന്നെ സംബന്ധിച്ച് ഫാമിലി ഈസ് ബോദർ. പക്ഷെ എനിക്ക് അവിടുന്ന് കിട്ടാനുള്ള പല കാര്യങ്ങളുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്, ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഒന്നുകൂടെ ഞാൻ റീഇറ്ററേറ്റ് ചെയ്യാണ്. നമുക്ക് ചാൻസ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചാൻസ് യൂസ് ചെയ്യണം. ആ ചാൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സ്വാർത്ഥ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിസ്വാർത്ഥം എന്നൊക്കെ പറയുന്ന കോംപ്ലിമെന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളത് ഒരു വശം. അറ്റ് ദ സെയിം ടൈം നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ whenever you have an opportunity to speak in English, please utilize that chance. അത് മാത്രമേ ഇപ്പം പറയാനുള്ളൂ. നിസ്വാർത്ഥം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ വ്യൂ മാത്രമാണ്. സോ താങ്ക് യു. എനിവേ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. Okay, thank you. I request Son Trainer Professional Chandrika Madam to propose vote of thanks. Thank you. Thank you for the privilege. Let me take this opportunity to speak in English some few words, okay? So first of all, my heartfelt thanks to our chairman. As usual, our JFM Subhash Nair is our chairman. I happen to see him always with pleasant and smiling face in front of us always in the morning when he is chairman. And so I thank you, first of all, being the chairman of today. And second, our great today speaker, Padmanabhan ji. Actually, in spite of all the troubles, whatever he was, because of the technology and because of the network issues he was facing, he was able to conduct and
give us the points. Actually, 3 points he was planning to give us, and that those 3 points somehow he was able to give all of us. That is something great. And Padmanabhanji, a great hats off to you. And we are all waiting for next opportunity to listen you completely 100% in English. Let us wait. Why can't we conduct the session itself in English? So we are waiting for that such an opportunity. And thank you on my own behalf and on behalf of the JCI of especially. And then let me thank our this idea, whatever this morning, always positive energy. We are enjoying the positive energy every day because of our Dr. Hisham Haider. I, on my own behalf and on behalf of JCI, all the members available here, I express my sincere thanks to our Dr. Haider, and also our madam, our zonal president, madam. We cannot forget her. She has to be thanked. So my sincere and heartfelt thanks to Madam Chitra also. And last but not the least, I take this opportunity to thank every one of you who have been part of this today's wonderful session. Thank you. Thank you once again. Thank you, every one of you. Thank you. Thank you. Thank you. Thank you, Chandrika Madam. A wonderful vote of thanks. Okay. The 7 a.m. morning drive online program is hereby adjourned, and have a good day to all. Thanks once again.